നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് തേർഡ് സിറ്റുവേഷൻസിൻ്റെ ഒരു കറൻറ്റ് ഫീലിങ്സ് ആണ് കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ തേർഡ് സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ മാത്രം കാണുക. തേർഡ് പാർട്ടിയുടെ ആ ഒരു സിറ്റുവേഷൻസും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഒരു എനർജിയും അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് റിമൂവൽ ആകുന്ന ഒരു മാനിഫെസ്റ്റേഷനുമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, നിങ്ങൾക്കിത് ഇഷ്ടമാകുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. അതുപോലെ നമ്മുടെ എല്ലാ റീഡിങ്സും ടൈംലെസ് ആണ്, ജെൻഡൽസ് ആണ്, മെയിലിനും ഫീമെയിലിനും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു വ്യക്തികളുടെ ആ ഒരു സിറ്റുവേഷൻസ് വെച്ച് നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ ജനറൽ റീഡിങ്സുകളെല്ലാം ഒരു മാനിഫെസ്റ്റേഷൻ ആണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണ്ടത് അത് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവുകയും നിങ്ങളിൽ നിന്നും ഹീലായി പോകേണ്ടതായ നെഗറ്റീവ് ഊർജ്ജങ്ങളെയെല്ലാം പുറന്തള്ളുകയും ചെയ്യുന്ന ഒരു ഏറ്റവും നല്ല ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ് ഈ ഒരു ജനറൽ റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ എത്രത്തോളം വിശ്വാസത്തോടും സമർപ്പണ ബോധത്തോടും കൂടിയാണോ ഇത് കാണുന്നത്, അത്രത്തോളം നിങ്ങളിലേക്ക് അത് എനർജി നിങ്ങളിലേക്ക് വന്ന് കണക്റ്റഡ് ആവുന്നതായിരിക്കും. നെഗറ്റീവായ ഒരു സിറ്റുവേഷൻസ് ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു വായന നിങ്ങൾക്ക് സംതൃപ്തി ഇല്ലാതെ തോന്നുന്നുവെങ്കിൽ ആ ടൈമിൽ തന്നെ സ്കിപ്പ് ചെയ്ത് പോവുക. കാരണം ഒരിക്കലും നിങ്ങൾ ഈ നെഗറ്റീവായ സാഹചര്യങ്ങളെ എടുക്കാതിരിക്കുക. പിന്നെ മണി അഫർമേഷൻസിൻ്റെയും വരാഹി മന്ത്രത്തിൻ്റെയും കാര്യങ്ങൾ വാട്സപ്പിൽ ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ രാവിലത്തെ യൂണിവേഴ്സൽ മെസ്സേജിൻ്റെ ലാസ്റ്റ് അത് രണ്ടും വ്യക്തമായിട്ടും ഇടുന്നുണ്ട്. നിങ്ങൾക്കത് എടുക്കുകയും വായിക്കുകയും യൂസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. വരാഹി മന്ത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാനും അതുപോലെ തന്നെ കാര്യ തടസ്സങ്ങൾ എന്താണോ തടസ്സങ്ങളുള്ളത് അതെല്ലാം നിങ്ങളിൽ നിന്നും മാറ്റി ബ്ലോക്കേജിനെയും ശത്രുദോഷത്തെയൊക്കെ മാറ്റുന്ന ഒന്നാണ്. പിന്നെ മണി ബ്ലോക്കേജ് അറിയാമല്ലോ, നമുക്ക് സാമ്പത്തികമായി ഭദ്രതയില്ലാതെ വരുന്ന സമയത്ത് ആ ഒരു ടൈമിൽ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല, നമ്മൾ നിത്യവും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പോലെ തന്നെ ഈ കാര്യങ്ങൾ നിത്യവും നമ്മളുടെ ഒരു ജീവിതചര്യയായിട്ട് തന്നെ കണ്ട് ചെയ്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് മാറ്റം വരെ നിങ്ങളിലേക്ക് സാമ്പത്തികം വന്നു ചേരുമെന്ന കാര്യവും വ്യക്തമായി മനസ്സിലാക്കുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു എനർജി എന്ന് പറയുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസുമായിട്ട് കണക്റ്റ് ചെയ്യുമ്പം അവരങ്ങോട്ടേക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു, തിരിച്ചൊന്നും കിട്ടുന്നില്ല. അവർ പല രീതിയിൽ അവർ ആ ഒരു തേർഡ് സിറ്റുവേഷൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. കാരണം അവർക്ക് തിരിച്ച് കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി അവർ കൊടുത്തുകൊണ്ടേയിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ ഒരു കാരണവശാലും അവരിലേക്ക് ഒന്നും തിരിച്ച് ചെല്ലുന്നില്ല. ചെറുതും വലുതുമായ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങൾ നിങ്ങളുടെ വ്യക്തി തേർഡ് സിറ്റുവേഷൻസിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് തേർഡ് സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ ഇവരെ ഊറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. തിരിച്ചങ്ങോട്ട് യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. ഹോൾഡ് ചെയ്യുകയാണ് നിങ്ങളുടെ വ്യക്തി തേർഡ് സിറ്റുവേഷൻസിന് വളരെ ശക്തമായിട്ട്. അവർക്ക് അറിയാം ചതിക്കപ്പെടുന്നു എന്നും അതല്ലെങ്കിൽ അവർക്ക് യാതൊരു വാല്യൂവും ഇല്ല ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് അറിയാം. എന്നാൽ തന്നെ നിങ്ങളുടെ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻസിനെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കാം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ ഓക്കെ ആകുമെന്ന പ്രതീക്ഷയോടുകൂടി നിൽക്കുന്നു. പക്ഷേ സ്റ്റക്നെസ് ആണ് അവരുടെ ഇടയിൽ. അതുപോലെ ആ ഒരു തേർഡ് സിറ്റുവേഷൻസിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനൊക്കെ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ. പക്ഷേ അവിടെ ഒന്നും യാതൊരുവിധ ഒരു പ്രോഗ്രസ്സും ഇല്ല കേട്ടോ. ഫുൾ സ്റ്റക്നെസ് മാത്രമേ കാണുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നിരാശപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻസാണ് നിങ്ങളുടെ വ്യക്തി. വളരെ ശ്രമിക്കുന്നുണ്ട്, പുതിയ പുതിയ മാർഗങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം അവിടെ പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ എല്ലാം സ്റ്റക്നെസ്സാണ് കാണിക്കുന്നത്. അവർക്ക് ഒരു ഫലവും കിട്ടുന്നില്ല, അവർക്ക് തിരിച്ചൊരു പ്രോഫിറ്റുമില്ല ഈ ഒരു കണക്ഷൻസിൽ നിന്നും. അവരുടെ കയ്യിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നതല്ലാതെ അവർക്ക് ഒരിക്കലും തിരിച്ചിങ്ങോട്ടേക്ക് ഒന്നും പ്രതീക്ഷിക്കേണ്ടതായ ഒരു പോസിറ്റീവായ എനർജിയോ സാഹചര്യമോ
തേർഡ് സിറ്റുവേഷൻസിൽ നിന്ന് ഇപ്പോൾ അവർക്കില്ല എന്നതാണ് വ്യക്തമായി നമുക്ക് കാണാൻ പറ്റുന്നത്. ശരിക്കും തേർഡ് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് സ്റ്റക്കാണ്, അവർക്ക് ഒന്നുമില്ലാതെ ഒരു സ്റ്റക്കാണ്. ഇത് ഹയറോഫൻ്റ് ആണ്, സന്തോഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഒരു ജസ്റ്റിസിന് വേണ്ടിയിട്ടൊക്കെ അവർ വാദിക്കുന്നുണ്ട്, പല കാര്യങ്ങളും അവർ പറഞ്ഞു നോക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ നിന്നും അവർക്ക് ഒരു ജസ്റ്റിസും കിട്ടുന്നില്ല. അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. അവർക്ക് മൂവ് ഓൺ ചെയ്യാനും മറ്റെങ്ങോട്ടെങ്കിലും മാറാനും ഒക്കെ സാഹചര്യം ഉണ്ടായിട്ട് പോലും അവരൊന്നും കൂടി ശ്രമിക്കാം എന്നുള്ള ഒരു സിറ്റുവേഷൻസിലാണ് നിൽക്കുന്നത്. പല രീതിയിൽ മറ്റു പലരെയും വെച്ച് നിങ്ങളുടെ പേഴ്സൺ തേർഡ് സിറ്റുവേഷൻസിനെ സമീപിക്കുന്നുണ്ട്, ഒരു ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്, അവരോട് ഇവരുടെ ആ ഒരു സ്നേഹത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും വ്യക്തമായി കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിലൊന്നും തേർഡ് സിറ്റുവേഷൻസ് അവർക്ക് നേരെ വരുന്നില്ല. കാരണം അവർ ചെയ്ത കർമ്മഫലം അവരനുഭവിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണുന്ന എനർജി. അതായത് ഇവരെന്താണോ നിങ്ങളോട് ചെയ്തത്, അല്ലെങ്കിൽ മറ്റ് സിറ്റുവേഷൻസിൽ ഇവരുടെ മനസ്സിൽ എത്രത്തോളം ധൈര്യം, എന്തും ചെയ്യാമെന്നുള്ള ഒരു ഭാവം, നിങ്ങളെ വെറും ഒന്നുമല്ലാതാക്കി തീർത്ത നിമിഷങ്ങളിൽ നിന്നും ഇന്ന് അവർ ജസ്റ്റിസ് അനുഭവിക്കേണ്ടി വരുന്നു എന്നാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്കിരുന്ന് സന്തോഷം അനുഭവിക്കുന്നു, മറ്റെല്ലാവരുടെയും മുന്നിൽ ഹാപ്പിനെസ് ആണ് എന്ന് തെളിയിച്ചുകൊണ്ട് മനസ്സുകൊണ്ട് ജസ്റ്റിസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം അത്രത്തോളം ഈഗോയായ ഒരു വ്യക്തിയുടെ കൈകളിലാണ്. കാരണം ആ ഒരു പേഴ്സൺ തേർഡ് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് നേട്ടങ്ങൾക്കും സക്സസ്സിനും വേണ്ടി മാത്രം ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. അവർക്ക് ഇമോഷൻസ് എന്ന് പറയുന്ന ഒരു കാര്യമേ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ ഇല്ല എന്നാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന എനർജി. അവർക്ക് ഉള്ളി സക്സസ്, നേട്ടങ്ങളെ മാത്രം നോക്കുന്നു. അതുപോലെ ഫ്യൂച്ചറിലേക്ക് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ അവർക്കൊന്ന് ഗ്രോത്ത്, എന്തൊക്കെ രീതിയിലൊരു ഗ്രോത്ത് ഉണ്ടാക്കാം ഫ്യൂച്ചറിൽ എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടു കൂടി മാത്രം ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ്. യാതൊരുവിധ ഇമോഷൻസും ഇല്ല, മാത്രവുമില്ല മറ്റു ഒരു സിറ്റുവേഷൻസിലും അവർ പതറിപ്പോകത്തുമില്ല. ഏത് വെല്ലുവിളികളെയും അതിജീവിക്കാനും, ഇപ്പോൾ ഈ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് തിരിച്ചു പോന്നാലൊന്നും അവിടെ യാതൊരുവിധ പ്രോബ്ലവും ഇല്ല. അവർക്കത് ഒരു രീതിയിലും അവർക്ക് പെയിനോ അല്ലെങ്കിൽ ഒരു നഷ്ടമോ ഒന്നും ഫീൽ ചെയ്യാത്ത അത്ര സ്ട്രെങ്ത് ഉള്ള ഒരു സാഹചര്യത്തിലാണ് നിങ്ങളുടെ വ്യക്തി ചെന്ന് നിൽക്കുന്നത്. ജസ്റ്റിസ് ആണ്. അവരവരുടെ ലൈഫിനെ, നിങ്ങളുടെ പേഴ്സൺ ലൈഫിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നു. അവരെത്ര ശ്രമിച്ചിട്ടും അവർക്ക് അതിൽ ഒരു രീതിയിലും ഒരു പോസിറ്റീവ് ലഭിക്കുന്നില്ല. അവർക്ക് കർമ്മ അനുഭവിക്കുക എന്നൊരു സിറ്റുവേഷൻസിൽ അപ്പുറത്തേക്ക് അവർക്ക് ഒരു രീതിയിലും പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അവരൊരു മാനസിക പിരിമുറുക്കത്തിലൂടെ കടന്നു പോകുന്നു എന്ന് തന്നെ പറയാം. ജസ്റ്റിസ് അവർക്ക് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ചില ടൈമിൽ അവർ സ്ട്രോങ് ആവുന്നുണ്ട്, വെല്ലുവിളിക്കുന്നുണ്ട്, അവർക്ക് ജസ്റ്റിസ് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും നിങ്ങളുടെ വ്യക്തിക്ക് ജസ്റ്റിസ് കിട്ടില്ല. കാരണം യൂണിവേഴ്സൽ ഒരിക്കലും അതിന് സപ്പോർട്ടായിട്ട് നിൽക്കില്ല. കാരണം ആ വ്യക്തി ചെയ്ത കർമ്മഫലം അവരനുഭവിക്കുക തന്നെ ചെയ്യും. കോൺഫിഡൻസോടു കൂടി ശ്രമിക്കുന്നുണ്ട്, സ്വാതന്ത്ര്യത്തോടു കൂടി പല രീതിയിൽ നിങ്ങളുടെ വ്യക്തി തേർഡ് സിറ്റുവേഷൻസിനെ സമീപിക്കുന്നുണ്ട്. പക്ഷെ ഒരു രീതിയിലും തേർഡ് സിറ്റുവേഷൻസ് ഇവർക്ക് വഴങ്ങുന്നില്ല. ഇവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഇമോഷൻസ് അവിടെ ഇല്ല. ഉള്ളി ഫിനാൻസ്, കരിയർ, എന്തെങ്കിലും സക്സസ്, ജീവിതത്തിൽ വിജയിക്കുക, എന്തെങ്കിലുമൊക്കെ നേടുക എന്നതിനപ്പുറത്തേക്ക് തേർഡ് സിറ്റുവേഷൻസിന് യാതൊരു ഇമോഷൻസും ഇല്ല എന്ന് വ്യക്തമായും നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നു. പക്ഷേ ഫോക്കസിങ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്, മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. തേർഡ് സിറ്റുവേഷൻസ് അവർക്ക് നേരെ ഒരു അലിവ്, ഒരു കരുണ കാണിക്കണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒരു രീതിയിലും ഒരു റെസ്പോൺസിബിലിറ്റി അവിടെ കൊടുക്കുന്നില്ല. അവരെ മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്നാണ് കാണുന്നത്. ഫ്യൂച്ചറിലേക്ക് ഒന്നുമില്ല. ആ ഒരു ബന്ധത്തിൽ ഫ്യൂച്ചർ ഇല്ലാത്തൊരു ബന്ധമായിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു സിറ്റുവേഷൻസിനെ കാണാൻ പറ്റുന്നത്. ഇടയ്ക്ക് നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട് ചതിക്കപ്പെട്ടു. കാരണം അവർ ഫിസിക്കലി എല്ലാ രീതിയിലും അവരുടേതായ രീതികളിലെല്ലാം യൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സണിനെ തേർഡ് സിറ്റുവേഷൻസ്. ശരിക്കും പറഞ്ഞാൽ ഇരയാക്കപ്പെട്ടിട്ടുണ്ട്. ഇടയ്ക്ക് അവർ പവർ ലോസിങ് അനുഭവിക്കുകയാണ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, മരിച്ച തുല്യമായി പോകുന്നുണ്ട്. ചില ടൈമുകളിൽ അവർ ഉയർത്തെഴുന്നേറ്റ് വരുന്നൊക്കെ ഉണ്ട് കേട്ടോ. മറ്റേ തേർഡ് സിറ്റുവേഷൻസിനോട് വെല്ലുവിളിക്കുന്നുണ്ട്. അവരോട് തിരിച്ച് വരാൻ പാകത്തിന് പല രീതിയിൽ അവർ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴൊന്നും തേർഡ് പേഴ്സൺ ആ ഒരു സിറ്റുവേഷൻസിൽ ഇമോഷൻസ് ഇല്ല. ഉള്ളി നേട്ടങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. അവരുടെ ഗ്രോത്ത്, സക്സസ്, മുന്നോട്ട് ഫ്യൂച്ചർ എങ്ങനെ സേഫ് ആക്കാം എന്നൊക്കെയുള്ള ആ ഒരു ഇതിനപ്പുറത്തേക്ക് ഒരു ഇമോഷൻസും ഈ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങളുടെ പേഴ്സണിന് ലഭിക്കുന്നില്ല എന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി അവിടെ ഒരു ഇരയാക്കപ്പെട്ടു എന്ന് തന്നെ പറയാം, ചതിക്കപ്പെട്ടെന്ന് തന്നെ
തന്നെയാണ് നമുക്ക് കിട്ടുന്ന എനർജി. അവരെ മറ്റെല്ലാ രീതിയിലും യൂസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് മനസ്സിലാവുന്നുണ്ട് ചതി പറ്റി എന്നുള്ള ആ ഒരു വ്യക്തമായ തിരിച്ചറിവ് നിങ്ങളുടെ വ്യക്തിക്കുണ്ട്. നഷ്ടം സംഭവിച്ചു, അതായത് നിന്ന് ഏറ്റവും പോസിറ്റീവായ അല്ലെങ്കിൽ ചേർന്ന് നിൽക്കേണ്ട സ്ഥലത്തുനിന്ന് മാറിപ്പോയത് ഒരു വലിയ ബാഡ്കർമ്മയായിട്ട് അനുഭവിക്കുന്നു. അതായത് മുൻകാലം ചെയ്ത വഞ്ചനയുടെ ഫലം ഇന്നിവിടെ അനുഭവിച്ച് തീർക്കേണ്ടി വരുന്നു എന്ന ആ ഒരു വ്യക്തമായ ധാരണ, ആ ഒരു തിരിച്ചറിവ് നിങ്ങളുടെ പേഴ്സണിൽ നല്ലതുപോലെ ഉണ്ടെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം ഇവർ വിചാരിച്ചത് ഈ തേർഡ് സിറ്റുവേഷൻസ് ഏറ്റവും പ്രഷ്യസ് ആയിട്ട് ഫീൽ ചെയ്തു, പെട്ടെന്ന് കണക്ട് ചെയ്തു. കാരണം അതൊരു കാർമിക് സിറ്റുവേഷൻസ് ആയിരുന്നു എന്നുള്ളത് 100% ഉറപ്പാണ് കേട്ടോ. അത് ഡെവിളിൻ്റെയൊക്കെ എനർജി കയറി വരുന്നുണ്ട്. കാർമിക് സിറ്റുവേഷൻസ് ആയിരുന്നു, അതാണ് ഭയങ്കരമായി അട്രാക്റ്റഡ് ആയിപ്പോയി. അവർ ആ ഒരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ ഫിസിക്കലിയിലുള്ള ആ ഒരു സൗന്ദര്യത്തിലും അതുപോലെ അവരുടെ ആ ഒരു ക്യാരക്ടറിനെയും അവർക്ക് കുറച്ച് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയൊക്കെ ഉണ്ട് എന്ന് ചിന്തിച്ച് പെട്ടെന്ന് വളരെ ശക്തമായിട്ട് അട്രാക്റ്റഡ് ആയിട്ട് പോയതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെ ഫസ്റ്റ് ടൈം വളരെ ഹാപ്പിനെസ്സും സന്തോഷവും മതിമറന്ന നിമിഷങ്ങളും നിങ്ങളുടെ വ്യക്തിക്ക് ലഭിച്ചതായിട്ടാണ് കാണുന്നത്. ലാസ്റ്റ് അതിൻ്റെ എല്ലാം എൻഡിങ് പെട്ടെന്ന് തന്നെ നടന്നു. അതായത് ഒരു കാർമിക് സിറ്റുവേഷൻസിലാണ് നിങ്ങളുടെ പേഴ്സൺ ചെന്ന് പെട്ടത്. ശരിക്കും അവർ നിങ്ങളോട് ചെയ്ത ആ ഒരു കർമ്മ, മുൻകാല വഞ്ചനയുടെ ഫലം നല്ല രീതിയിൽ അനുഭവിക്കുന്നുണ്ട്. അവർക്ക് പിന്നിൽ നിന്നും ഒരു 100 ഇരട്ടിയായിട്ട് ചതി പറ്റി എന്നാണ് കാണുന്നത്. അവർ വീണുപോയൊരു സിറ്റുവേഷൻസിലാണ് ഇപ്പം നിൽക്കുന്നത് കേട്ടോ. അവരൊറ്റപ്പെട്ടു പോയി, അവരിൽ തന്നെ ഉൾവലിഞ്ഞ് നിൽക്കേണ്ടതായ ഒരു സാഹചര്യമാണ് ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നത്. ദ ഹെർമിറ്റാണ് വന്നിരിക്കുന്ന ബോട്ടം ഓഫ് ദി ഡെക്ക്. തീർച്ചയായിട്ടും അവർ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ആരുമില്ല അവർക്ക് സപ്പോർട്ടായിട്ട്. മാത്രവുമല്ല ആരോടും അവർക്ക് പറയാനും പറ്റുന്നില്ല. അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അവരനുഭവിക്കുന്ന, അവർ സ്പിരിച്വലായ ഒരു ജേണിയിലേക്കൊക്കെ പോകാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ മെഡിറ്റേഷൻസും പ്രാർത്ഥനയും അതുപോലെ എനിക്ക് തോന്നുന്നു ഹീലാവാനുള്ള എന്തൊക്കെയോ കാര്യങ്ങളിലേക്ക് അവരിപ്പോൾ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. കാരണം അവർക്ക് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും കിട്ടിയ പെയിൻഫുള്ളായ അനുഭവങ്ങൾ അവർക്ക് മറികടക്കാൻ പറ്റാതെ വളരെയധികം ഒരു ഡിപ്രഷൻ മൈൻഡിലേക്ക് പോയിട്ടുണ്ടാവാം. എന്താണേലും നിങ്ങളുടെ പേഴ്സൺ തേർഡ് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് വെറും ഒരു കാർമിക് സിറ്റുവേഷൻസ് മാത്രമായിരുന്നു. അവിടെ അവർക്ക് ലഭിച്ചത് മുഴുവനും വഞ്ചനയായിരുന്നു. അവർ ആഗ്രഹിച്ചതൊന്നും ലഭിച്ചില്ല. അവരത് ശ്രമിച്ചു നേടിയെടുക്കാൻ, പക്ഷേ അവിടെ എല്ലാം അവർ ഫെയിലിയർ ആവുന്നതായിട്ടാണ് കാണുന്നത്. ആദ്യത്തെ ആ ഒരു സന്തോഷവും ഹാപ്പിനെസ് എല്ലാം ആ ഒരു സിറ്റുവേഷൻസൊക്കെ അവർ കുറച്ച് നാളത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അവരവിടെ കഷ്ടത അനുഭവിച്ച് നീങ്ങുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. നമുക്ക് തേർഡ് സിറ്റുവേഷൻസ് അവസാനിക്കുമോ എന്ന് നോക്കുമ്പം തീർച്ചയായിട്ടും ആ ഒരു എൻഡിങ് ആണ്, ഒരു ക്വിക്ക് ആക്ഷനായിട്ട് തന്നെ അത് അവസാനിക്കുന്നു. 10 ഓഫ് സോഴ്സാണ് വന്നിരിക്കുന്നത്. അതായത് ആ ഒരു എൻഡിങ് ആണ് പെയിൻഫുള്ളായ സിറ്റുവേഷൻസിൻ്റെ അല്ലെ ചതിയുടെ ആ ഒരു എൻഡിങ്ങിലെത്തി അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇനി മുന്നോട്ടേക്ക് കടന്നു വരാൻ തീർച്ചയായിട്ടും അവർക്ക് സാധിക്കും കേട്ടോ. ആ ഒരു തേർഡ് സിറ്റുവേഷൻസിനെ വിട്ട് അവർക്ക് അതിജീവിക്കാൻ പറ്റും. കിങ് ഓഫ് സോഴ്സാണ് വന്നിരിക്കുന്നത്. അവർക്കൊരു മെൻ്റൽ ക്ലാരിറ്റി കിട്ടും. അവർ നല്ല രീതിയിൽ ഒരു ഇൻ്റലക്ച്വലി ബുദ്ധിപൂർവ്വം അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും. അവർ സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കാൻ സാധിക്കുകയും ചെയ്യും. അവർ ആ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിച്ച് തിരിച്ചു വരുമെന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന എനർജി. അതിനുള്ള സമയമായിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ആ ഒരു ആക്ഷൻ, ആ ഒരു പെയിൻഫുള്ളായി അല്ലെങ്കിൽ ആ ഒരു കാർമിക് സിറ്റുവേഷൻസിൻ്റെ എൻഡിങ്ങിൽ അവർ തീർച്ചയായിട്ടും ഇപ്പോൾ ഏകദേശം ഒരു സ്പിരിച്വൽ ജേണിയിൽ പ്രെയർ, മെഡിറ്റേഷൻസ് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ എന്താണെങ്കിലും അതിൽ നിന്നും അവർക്ക് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ നിന്നും അവർക്ക് തീർച്ചയായിട്ടും രക്ഷപ്പെട്ടു പോരും. പൂർണ്ണമായും ആ ഒരു സാഹചര്യം അവസാനിക്കുക. അത് അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ലൈഫിലേക്ക് വരില്ല എന്നതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത കാർമിക് സിറ്റുവേഷൻസ് ആയതുകൊണ്ട്. സാറ്റിസ്ഫാക്ഷൻ, സന്തോഷം, അവർ കുറച്ചൊന്ന് ഒറ്റയ്ക്ക് മുന്നോട്ടേക്ക് ജീവിക്കുമെന്നാണ് കാണുന്നത് കേട്ടോ. അവരുടെ ലൈഫിൽ അവർ കുറച്ചൊന്ന് ഒറ്റപ്പെട്ട് തന്നെ നിൽക്കാനാണ് ചാൻസ്. കാരണം അവർക്ക് പെട്ടെന്ന് ഇനി ഒരു സാഹചര്യങ്ങളെയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഒരു ഹീലിംഗ് വരാനുണ്ടെന്നതാണ് കാണുന്നത്. 6 ഓഫ് സോഴ്സാണ് വന്നിരിക്കുന്നത്. വാൺസാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും സക്സസ് ആണ് കേട്ടോ. ബ്ലെസ്സിങ്സിൻ്റെ വാതിലുകൾ അവർക്ക് മുന്നേ യൂണിവേഴ്സ് തുറന്നു കൊടുക്കുക തന്നെ ചെയ്യും. ആ ഒരു തേർഡ് സിറ്റുവേഷൻസിൽ നിന്നും തീർച്ചയായിട്ടും അവരെവിടേക്കാണോ എവിടെ നിന്നാണോ പോയത് ആ ഒരു സാഹചര്യത്തിലേക്ക് അവർക്ക് വന്നു ചേരാൻ സാധിക്കും. അതൊരു ബ്ലെസ്സിങ്സോടുകൂടി പൂർണ്ണതയോടുകൂടി തന്നെയായിരിക്കാം ആ ഒരു വ്യതിചലനം ഉണ്ടാവുക എന്നാണ് കാണുന്നത്. അതൊരു വിജയമാണ്.
മറ്റാരുമില്ലാണ്ട് അവർ ഒറ്റയ്ക്ക് തന്നെ തേർഡ് സിറ്റുവേഷൻസിനെ അതിജീവിച്ച് കടന്നു വരും. ഹാപ്പി ഫാമിലി, നിങ്ങൾക്ക് കുടുംബമായിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബന്ധമാണ് നിങ്ങളുടേതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കുടുംബജീവിതം നിങ്ങളിലേക്ക് വന്നു ചേരും. ഒരു ഇമോഷണലി ഒരു ബാലൻസ് ഒക്കെ വരികയും സക്സസ് ആയിട്ട് ഏറ്റവും പവിത്രതയോടുകൂടിയ ഒരു ജീവിതം നിങ്ങൾക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കുമെന്നാണ് കാണുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. സക്സസ് തന്നെയാണ് കേട്ടോ, കുടുംബം എല്ലാം ഉണ്ടാകും. കാരണം അവർ അത്രത്തോളം ഇമോഷണൽ എക്സ്പീരിയൻസ് നേടിയാണ് തിരിച്ചു വരുന്നത്. അവർക്കിനി പിന്നിലേക്ക് പോകേണ്ട ആവശ്യം, ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇമോഷണലി നല്ലൊരു എക്സ്പീരിയൻസ് നേടിയാണ് നിങ്ങളുടെ വ്യക്തി തിരിച്ചു വരുന്നത്. അത് നിങ്ങളിലേക്ക് തന്നെയാണ് അവർ ഫോക്കസിങ് ചെയ്യുന്നത്. നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അങ്ങോട്ടേക്ക് തന്നെയായിരിക്കും അവർ ഫോക്കസിങ് ചെയ്ത് വരുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം അവർ നിങ്ങളെ വിട്ടുപോയ ആ സ്ഥലത്ത് തന്നെ ഇന്നും നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നു. നിങ്ങൾക്കൊരിക്കലും ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് കാണുന്നത്. അപ്പം അവരങ്ങോട്ടേക്ക് തന്നെയാണ് യൂണിവേഴ്സ് തിരിച്ച് കൊണ്ടുവന്നെത്തിക്കുക എന്നതാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി. ദ ലവേഴ്സാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത്. ശരിക്കും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ട്വിൻ ഫ്ലെയിം ജേണി ഇനിയാണ്, അതായത് ഒരു പെയിൻഫുള്ളായ സിറ്റുവേഷൻസ്, ഒരു കാർമിക് സിറ്റുവേഷൻസ് അനുഭവിച്ചാൽ മാത്രമാണ് ആ ഒരു ട്വിൻ ഫ്ലെയിം ജേണിയിലേക്ക് നിങ്ങളുടെ വ്യക്തിക്ക് വന്ന് ചേരാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയും ആ പേഴ്സണെ വിട്ട് നിങ്ങളിലേക്ക് വന്ന് ചേരുകയും നിങ്ങൾക്കിടയിൽ ആ ഒരു പൂർണ്ണമാകുന്ന ഒരു ബോണ്ടോട് കൂടിയ ഒരു ലൈഫ് സിറ്റുവേഷൻസ് യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുമെന്നാണ് കാണുന്നത്. ഒരു പുതിയ തുടക്കം, എല്ലാം മറന്ന ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും കേട്ടോ. അവർ ആ ഒരു കാർമിക് സിറ്റുവേഷൻസിൽ നിന്നും മോചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവർക്ക് തിരിച്ചറിവ് കിട്ടി. അവരിപ്പോൾ ഒരു ഏകദേശം ഒരു സ്പിരിച്വൽ പാത്തിലൂടെയൊക്കെ പോകുന്നുണ്ട്, പ്രെയറിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് തുറന്നു പറയാൻ പറ്റുന്നില്ല. കാരണം അവർ ചെയ്ത ഒരു പ്രവൃത്തി അത്ര നല്ലതല്ലാത്തത് കൊണ്ട് അവരത് പ്രകടിപ്പിക്കുന്നില്ല. പക്ഷേ അതൊരു ക്വിക്ക് ആക്ഷൻ, പെട്ടെന്നൊരു ആക്ഷൻ ആയിരിക്കാം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നത് കേട്ടോ. ആ ഒരു എൻഡിങ് ടൈം, കർമ്മയുടെ ആ ഒരു എൻഡിങ് ടൈം കഴിയണം. കാരണം അവർ കുറച്ച് ലെസൺ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് നിങ്ങളിലേക്ക് പൂർണ്ണമായും വന്ന് ചേരാൻ പറ്റുള്ളൂ. അത് യൂണിവേഴ്സലിൻ്റെ ഒരു തീരുമാനമാണ്. കാരണം ജസ്റ്റിസാണ് നടത്തുന്നത്. ജസ്റ്റിസ് നടത്തുന്നത് വേറെ ആരുമില്ല, യൂണിവേഴ്സാണ് അത് നടത്തുന്നത്. അവരെ സ്പിരിച്വൽ പാത്തിലേക്ക് കൊണ്ടുപോകുക, അവരെ കുറച്ച് അവരിൽ തന്നെ ഒരു കോൺസെൻട്രേഷൻ കൊടുപ്പിക്കുക എന്നതാണ്. അവർക്ക് അവരെ തന്നെ ആദ്യം തിരിച്ചറിയാനുള്ള, അതായത് ഈ തെറ്റും ശരിയും തിരിച്ചറിയണമെങ്കിൽ അവരുടെ സോളിൽ തന്നെ ഒരു എനർജി വേണം, പോസിറ്റീവായ ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാനുള്ള ചില പണിപ്പുരകളിലാണ് നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അവർ ചെന്നുപെട്ടത് കാർമിക് സിറ്റുവേഷൻസിലാണ് കേട്ടോ. അവരെ മിസ്യൂസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്ന കാർമിക് സിറ്റുവേഷൻ. നമുക്ക് എന്താണെങ്കിലും എസ് കാർഡാണ് കേട്ടോ വന്നിരിക്കുന്നത്. നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന എന്ത് കാര്യമായിക്കോട്ടെ അത് നിങ്ങൾക്ക് എസ് ആണെന്നാണ് കാണുന്നത്. അതായത് നിങ്ങൾ ഫൈറ്റിങ്ങിൽ, നിങ്ങളിപ്പം ആരോടെങ്കിലും ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും സാഹചര്യങ്ങളിൽ നിങ്ങൾ അടിപ്പെട്ട് നിൽപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കാണ് ഒരു വിന്നർ ആവാനുള്ള അവകാശം. നിങ്ങൾ സക്സസ് ആകുന്നു എന്നാണ് കാണുന്നത്. അൺലൈക്കിലി എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ, അസാധ്യമായത്. അതായത് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സാധ്യമല്ലാത്തതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെയല്ല അത് സംഭവിക്കുന്നത്. അത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ, നിങ്ങൾ ഏത് സിറ്റുവേഷൻസ് ആണോ, എന്ത് കാര്യത്തെയാണോ നിങ്ങൾ മനസ്സിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് അർഹമായതാണ്. അത് നിങ്ങളിലേക്ക് എത്തേണ്ട ടൈമിൽ എത്തിച്ചേരുമെന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പം നമുക്കിവിടെ ഈ വന്നിരിക്കുന്ന ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഒരു കാർമിക് സിറ്റുവേഷൻസ് ആണ് കേട്ടോ. നിങ്ങളാണ് ഇതിനകത്ത് യഥാർത്ഥ സോൾ കണക്ഷൻസ്. നിങ്ങളുമായിട്ടാണ് ആ ഒരു വ്യക്തിക്ക് ഫ്യൂച്ചർ ഉണ്ടാവുകയുള്ളൂ എന്നത് 100% ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു എനർജി കറക്റ്റ് ആകുന്നവർ തീർച്ചയായിട്ടും വെയിറ്റിംഗ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഇനി ഒരുപാട് ടൈം എടുക്കാനൊന്നും പോകുന്നില്ല. എത്രയും പെട്ടെന്ന് അവരുടെ ഒരു കാർമിക്കായ ആ ഒരു കുറച്ച് കാര്യങ്ങളൂടെ അവസാനിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ആ പേഴ്സൺ കണക്റ്റഡ് ആകും. 100% ഞാൻ ഉറപ്പ് നൽകുന്നു. അപ്പം എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.